ലോകപ്രശസ്തയായ ഗവേഷക വിർജീനിയ ജോൺസന്റെ അഭിപ്രായത്തിൽ നല്ല സെക്സ് നല്ല ഹൃദയബന്ധങ്ങളിൽ നിന്ന് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. നമ്മുടെ ഓരോ പ്രവൃത്തിയിലും ജന്തുസഹജമായ വാസനയുണ്ടെന്ന് നമുക്കൊക്കെ അറിയാം. എന്നാൽ നിസാരമെന്ന് നമുക്ക് തോന്നുന്ന പ്രവൃത്തികൾക്ക് പോലും ഭാവനയുടെ സൗന്ദര്യം ലഭിക്കുമ്പോഴാണ് അവ ഉദാത്തമായി മാറുന്നത്. ഉദാത്തമായതെന്തും അസാധാരണവുമായിരിക്കുമല്ലോ. അതുപോലെ തന്നെയാണ് സെക്സിന്റെ കാര്യവും. അതുകൊണ്ട് തന്നെയാകാം വിർജീനിയ ജോൺസനെ പോലെയുള്ള ഗവേഷകർ പറയുന്നത് സുന്ദരമായ സെക്സ് സുന്ദരമായ ഹൃദയബന്ധത്തിന്റെ തുടർച്ചയായി മാത്രമേ സംഭവിക്കുന്നുള്ളൂ എന്ന്. ശരിയാണ്, മിനി പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. സുന്ദരമായ ഹൃദയബന്ധങ്ങൾ ഉണ്ടെങ്കിലേ സുന്ദരമായ സെക്സും സാധിക്കൂ എന്ന് പറഞ്ഞത് ശരിയാണ്. അവിടെ മനുഷ്യ മനസ്സിന്റെ സ്വാധീനത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. സെക്സ് എന്ന് പറയുന്നത് ഒരു ജൈവചോദന, ജന്തുസഹജമായ വാസനയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കൂടി മനുഷ്യന്റെ മനസ്സും അവന്റെ സാമൂഹ്യ സാഹചര്യങ്ങളും ആ ആക്ടിനെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ കേസ്. ഇവിടെ നാണു എന്ന് പറയുന്ന 32 വയസ്സുള്ള ഒരു യുവാവാണ് നമ്മളോടൊപ്പം ഇന്ന് സ്റ്റുഡിയോയിലുള്ളത്. അദ്ദേഹം സാധാരണ ഒരു തൊഴിലാളി കുടുംബത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ്. നാണുവിൻ്റെ അച്ഛൻ ഒരു ഫാക്ടറി തൊഴിലാളിയായിരുന്നു, അമ്മ വീട്ടമ്മ. നാണു പ്രീ ഡിഗ്രി വരെ പഠിച്ചു. പ്രീ ഡിഗ്രിക്ക് ശേഷം ഒരു ഫാക്ടറിയിൽ ജോലി കിട്ടി. അങ്ങനെ ഫാക്ടറിയിൽ ജോലി ചെയ്തു വരികയാണ്. അതിനിടയ്ക്ക് തൻ്റെ ലൈംഗിക ജീവിതത്തിലുണ്ടായ ചില പ്രശ്നങ്ങൾ പിൽക്കാലത്ത് വൈവാഹിക ബന്ധത്തെ എങ്ങനെയാണ് ബാധിച്ചത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ എന്താ പ്രശ്നം? ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭാര്യയായിട്ട് മൂന്ന് മാസമായി കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യയായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്നില്ല. അതായത് ശരിക്കും പറഞ്ഞാൽ ലിംഗം ഉത്തേജിക്കണില്ല, ഉദാഹരണമില്ല, ബലം ഉണ്ടാവുന്നില്ല. എന്താ എങ്ങനെയാണ് മനസ്സിലായ ബലമില്ലാന്ന്? ആദ്യ ദിവസം തൊട്ട് അങ്ങനെയാണോ കല്യാണം കഴിച്ചപ്പോ തുടങ്ങി? ആദ്യ രാത്രി ബന്ധപ്പെട്ടില്ല, രണ്ടാമത്തെ ദിവസം തൊട്ട് ഇങ്ങനെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. പല പ്രാവശ്യം ശ്രമിച്ചിട്ട് കൊണ്ട് ഉദാഹരണം വരുന്നില്ല, ഒട്ടും വരുന്നില്ല, പറ്റില്ല. മനസ്സിൽ ഭയങ്കര ടെൻഷൻ പോലെ ഒക്കെ തോന്നുന്നത്. അല്ലാത്ത സമയത്ത് ഉദാഹരണമുണ്ടോ? അല്ലാത്ത സമയത്ത് ചിലപ്പോ ഉണരുന്ന സമയത്ത് നല്ല ശരിക്കും ഉദ്ദേശിച്ച് നല്ല ബലത്തിൽ തന്നെ നിൽക്കുന്നത്. ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോ ഉദ്ദേശം നഷ്ടപ്പെടാനാണ്. അങ്ങനെ എത്ര ദിവസം ശ്രമിച്ചു? ഒരു 5-6 പ്രാവശ്യം ഞാൻ ശ്രമിച്ചത്. അപ്പൊ ഈ സംഭവം തന്നെ വരുന്നത്. ഉദാഹരണം വരുന്നില്ല. ശരി. ഇതിപ്പോ കല്യാണത്തിന് ശേഷമാണോ ഇങ്ങനത്തെ പ്രശ്നം മനസ്സിലായത്? കല്യാണത്തിന് ശേഷമാണ്. കല്യാണത്തിന് മുമ്പ് ഞാൻ ഇങ്ങനെ കൂട്ടുകാരൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സ്ത്രീയായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചു. ഒരു പറമ്പിൽ വെച്ചാണ് അങ്ങനെ ശ്രമിച്ചത്. അതൊരു തുറസായി പറയുമ്പോൾ അതിന് ആരെങ്കിലും കാണുന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായി. അങ്ങനെ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ അത് പരാജയമായിരുന്നു. പിന്നെ വേറെ ദിവസം ഇതുപോലെ തന്നെ ശ്രമിച്ചു. അത് 3 പ്രാവശ്യം ശ്രമിച്ചപ്പോൾ ഈ തന്നെ പരാജയം തന്നെ സംഭവിച്ചു. എത്ര നാൾ മുമ്പാണ് കല്യാണത്തിന്? എത്ര നാൾ മുമ്പ്? കല്യാണത്തിനൊരു 1 വർഷം മുമ്പാണ് ഞാൻ. 1 വർഷം മുമ്പാണ് ശ്രമിച്ചത്. അങ്ങനെ ശ്രമിക്കാനുള്ള കാരണം എന്താ? ശ്രമിക്കാനത് കൂട്ടുകാരൊക്കെ പറഞ്ഞ് കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ ചെയ്യണം, നല്ലതാണ്, ഒരു പരിചയം ഉണ്ടാവും എന്നൊക്കെ പറയണം. അങ്ങനെ ചെയ്താണ് സംഭവം. എന്നിട്ട് ചെയ്ത സ്ത്രീയുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി? സ്ത്രീയുടെ പൂർണ്ണ സമ്മതത്തോടെയാണ് ചെയ്തത്. ഏതെങ്കിലും വീട്ടിൽ വെച്ചിട്ടാണോ? അല്ല, പറമ്പിൽ വെച്ചിട്ടാണ് ഉണ്ടായത്. പറമ്പിൽ വെച്ചിട്ടാണ്. എന്നിട്ട് ശ്രമിച്ചപ്പോ അന്ന് ഉദാഹരണം കുറച്ച് നേരം ഉണ്ടായി. അപ്പൊ പിന്നെ ഈ ആളുകൾ കാണുന്നൊരു ചിന്ത പറമ്പായതുകൊണ്ട് അപ്പൊ അങ്ങനെ ഒരു ഇതാണല്ലോ. ഉണ്ടായിരുന്നു. പിന്നെ അത് ഇങ്ങനെ ചിന്ത വന്ന പിന്നെ നഷ്ടപ്പെട്ടു പോയി ഉദാഹരണം. ശരി. പിന്നെ ശ്രമിച്ചു വീണ്ടും? പിന്നെ ശ്രമിച്ചു, പക്ഷെ ഒരു വിജയം ഉണ്ടായില്ല എന്നുള്ളതാണ്. ശരി. അത് കഴിഞ്ഞിട്ട് രണ്ടാം തവണ ഇത് തന്നെ തുടക്കത്തില് ഉണ്ടായിരുന്നു. പിന്നെ ഇതേ സംഭവം തന്നെ കുറച്ചേരം ഉത്തേജിക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഉത്തേജനം നഷ്ടപ്പെടാം. എത്ര നാൾ കഴിഞ്ഞാൽ രണ്ടാമത് ശ്രമിച്ചു? രണ്ടാമത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ശ്രമിച്ചു. പിന്നെ മൂന്നാമത് പിന്നെ 1 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ശ്രമിച്ചത്. ഇങ്ങനെ ഒരു മനസ്സിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇനിയിപ്പോ എന്താണെന്ന് അറിയാൻ വേണ്ടി. പിന്നെ ഇത് തന്നെ ശ്രമിച്ചപ്പോഴും ഇതേ തന്നെ രീതിയിലാണ് സംഭവമാണ്. എന്നിട്ട് ആ സ്ത്രീയുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? വളരെ മോശമായിട്ട് നമുക്ക് കഴിവില്ലാന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്തു. എന്താ സംസാരിച്ചത്? സ്ത്രീ എന്താ പറഞ്ഞത്? അവർക്ക് നിനക്ക് കഴിവില്ല, ആണുങ്ങൾക്കാണെങ്കിൽ ഇങ്ങനെ ഒരു കഴിവുണ്ടാവും, നിനക്കതില്ല, അവർ കല്യാണം കഴിച്ച പോലെ അങ്ങനെ ബന്ധപ്പെടാൻ കഴിയില്ല എന്നൊക്കെ രീതിയിലാണ് സംസാരിച്ചത്. വളരെ മോശമായിട്ട്. ആണാണെങ്കിൽ ഉത്തേജനം ഉണ്ടാവും, ആണല്ല എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്.
അങ്ങനെ നേരിട്ട് മുഖത്ത് നോക്കി പറഞ്ഞു. നീയാണല്ല അന്ന രീതിയിലുള്ള സംസാരം. കല്യാണം കഴിഞ്ഞാല് കല്യാണം എനിക്കറിയില്ല. അതെനിക്കൊരു മനസ്സിനോട് ഭയങ്കര വിഷമമായിരുന്നു ആ സ്ത്രീ അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ. പിന്നെ ഭയങ്കര ടെൻഷൻ തന്നെയായിരുന്നു. വിവാഹത്തിന് കഴിക്കണമെന്ന തീരുമാനം തന്നെയായിരുന്നു. തീരുമാനം തന്നെയായിരുന്നു. പിന്നെ കൂട്ടുകാർ നിർബന്ധം കൊണ്ട് പിന്നെ കഴിക്കുന്ന തന്നെ. പിന്നെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ മാറും. കൂട്ടുകാർ പറഞ്ഞാൽ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ സ്വന്തം ഭാര്യമാർ ഇതുണ്ടാവും, സേഫ്റ്റി ഉണ്ടാവും. വലിയ ബന്ധപ്പെടുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. വേറെ കാരണം നമുക്ക് ചിന്ത വേണ്ടല്ലോ, സ്വന്തം ഭാര്യയല്ലേ. അങ്ങനെ ഉണ്ടാകുമ്പോൾ സംഭവം മാറുന്നാണ് പറഞ്ഞത്. അതും ഇത് തന്നെ ഫെയിൽ തന്നെ സംഭവിച്ചത്. ഇതൊന്ന് ഭാര്യയായിട്ട് ബന്ധപ്പെടുമ്പോൾ ആ പഴയ ചിന്ത എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മുന്ന് മറ്റു സ്ത്രീയായിട്ട് ബന്ധപ്പെടുന്ന ഒരു ചിന്ത ഉണ്ടല്ലോ, പരാജയപ്പെടുന്നുള്ള ചിന്ത. ആ ചിന്ത എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. മുന്നിൽ ബന്ധപ്പെട്ട് പരാജയപ്പെട്ടു, അതും ഭാര്യയുടെ അടുത്ത് പരാജയപ്പെടുന്ന ഒരു ചിന്ത ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അത് എനിക്ക് തന്നെ പക്ഷേ പിന്നെ അത് ഉത്തേജനമില്ലാണ്ട് അങ്ങനെ സംഭവിച്ചത്. ഇപ്പോഴും ആ ചിന്ത മാറിയിട്ടില്ല. ഇപ്പോഴും ആ ചിന്ത മാറിയിട്ടില്ല എന്നാണ്. എല്ലാ ദിവസവും തന്നെ ശ്രമിക്കുമ്പോഴൊക്കെ കുറച്ചൊരു ഉത്തേജനം വരും. പിന്നെ ചിന്ത വേറെ രീതിയിലേക്ക് അങ്ങനെ വന്നു. പിന്നെ അതങ്ങനെയായി. അപ്പൊ നീ ആണല്ല, പിന്നെ കല്യാണം കഴിഞ്ഞാൽ ഇത് സാധിക്കില്ല എന്നൊക്കെ അവർ പറഞ്ഞല്ലോ. ആ ചിന്തയാണോ വേട്ടയാടുന്നത്, അതോ ആ സാഹചര്യമാണോ മനസ്സിലാക്കി കടന്നു വരുന്നത്? ശരിക്കും പറഞ്ഞാൽ ആ സാഹചര്യമാണ് എനിക്ക് വന്നത്. സാഹചര്യം പിന്നെ രണ്ടാമത്തെ മറ്റേത് പറഞ്ഞോളൂ. പക്ഷെ എന്റെ ചെറുപ്പത്തിൽ എനിക്ക് നല്ല ഉത്തേജനം ഉണ്ടായിരുന്നാണ്. അപ്പൊ എനിക്ക് ആണല്ലെന്നുള്ളത് എനിക്ക് അതിനകത്തൊരു ഇത് തോന്നിയില്ല. ചെറുപ്പത്തിൽ എനിക്ക് നല്ല ഉത്തേജനമുള്ള ഇതായിരുന്നു. പക്ഷെ ഈ സ്ത്രീയായിട്ട് ബന്ധപ്പെട്ടുള്ള സമയത്തുണ്ടായ ആ സാഹചര്യം ഇല്ല, അത് മനസ്സിന് ഇപ്പോഴും പ്രശ്നമായതുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ആരെങ്കിലും കാണോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട സമയത്ത് തന്നെ ഭാര്യയായിട്ട് തന്നെ ബന്ധപ്പെട്ട മനസ്സ് ശരിക്കും അവിടെ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റില്ല. വേറെ സ്ഥലങ്ങളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നാണുവിന്റെ പ്രശ്നം കേട്ടല്ലോ. വിവാഹപൂർവ്വ ബന്ധം, അതിലുള്ള പരാജയം, ഇതൊക്കെ ഒരാളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിന് തെളിവാണ് നാണുവിന്റെ ഈ അനുഭവങ്ങൾ. ആദ്യ രതിബന്ധം, അതിന് ഇത്രയൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്ന് നമുക്ക് തോന്നാം. എന്നാൽ ഇണകൾ തമ്മിലുള്ള കൺസേൺ, അനുകൂലമായ സാഹചര്യം, ഇവയൊക്കെ ഇവിടെ പ്രസക്തമാണെന്ന് തോന്നുന്നു. ഏതായാലും അതേക്കുറിച്ച് നമുക്ക് ഡോക്ടറോട് തന്നെ ചോദിക്കാം. ഡോക്ടർ, ഇവിടെ ഇറക്ഷന്റെ പ്രശ്നമാണല്ലോ നാണു പറയുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ ഈ ഒരു പ്രോബ്ലം ഉണ്ടായത് ഈ വ്യക്തിക്ക്? ഈ വ്യക്തിക്ക് വിവാഹശേഷം ഭാര്യയുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ട ഇറക്ഷൻ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇറക്ഷൻ ഉണ്ടാവാത്തതിന് ഒരുപാട് കാരണങ്ങളുണ്ട് എന്ന് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്. ഓരോ കേസിലും അല്ലെങ്കിൽ ഓരോ വ്യക്തിയിലും വ്യത്യസ്തങ്ങളായ കാരണങ്ങളായിരിക്കാം പ്രശ്നമുണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ നാണുവിൻ്റെ കേസ് കണ്ടു. അതിൽ നാണുവിന് വിവാഹത്തിന് മുൻപ് തന്നെ ഒരു സ്ത്രീയുമായിട്ട് ബന്ധപ്പെടാനുള്ള അവസരം ലഭിച്ചു. ആ അവസരം അത് നടന്ന ഒരു പറമ്പിൽ വെച്ചിട്ടാണ്, ഒരു തുറസായ സ്ഥലത്ത് വെച്ചിട്ട്. അപ്പോൾ ഈ ബന്ധത്തിൻ്റെ സുരക്ഷിതത്വം, സെക്യൂരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റുള്ളവർ കണ്ടുപിടിച്ചേക്കുമോ എന്നുള്ള ഭയം, ഞാൻ പിടിക്കപ്പെടുമോ എന്നുള്ള ഭയം ബന്ധത്തിൻ്റെ സമയത്ത് ഉത്കണ്ഠയുണ്ടാക്കുകയും ആ ഉത്കണ്ഠ നിമിത്തം അദ്ദേഹത്തിൻ്റെ ഇറക്ഷൻ നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. ഇതാണ് ഒന്നാമത്തെ ദിവസം ഉണ്ടായ സംഭവം. വീണ്ടും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അയാൾ അതേ സാഹചര്യത്തിൽ വെച്ചിട്ട് വീണ്ടും അതിന് ശ്രമിച്ചു. അപ്പോൾ ആദ്യത്തെ അനുഭവം ആവർത്തിക്കുകയുണ്ടായി. പക്ഷെ ഇവിടെ വിവാഹശേഷം പറയട്ടെ, 2-3 തവണ ഈ അനുഭവങ്ങളുണ്ടായി. ഈ അനുഭവങ്ങളുടെ അനന്തരഫലമാണ് വിവാഹശേഷവും ഉദാഹരണം നഷ്ടപ്പെടാനായിട്ട് കാരണമാക്കിയത്. ഈ ദുരന്ത അനുഭവം മാനസികാഘാതം ഉണ്ടാക്കി. അപ്പോൾ സാമൂഹ്യമായ വശത്തു നിന്നുള്ള സമൂഹത്തെ പറ്റിയുള്ള ഭയം, ഉത്കണ്ഠ, കണ്ടുപിടിച്ചേക്കുമെന്നുള്ള സംശയങ്ങൾ, ഇത്തരം കാര്യങ്ങൾ സാമൂഹ്യ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നതാണ്. അത് ഈ വ്യക്തിയുടെ മനസ്സിനെ സ്വാധീനിച്ചു, മാനസികമായിട്ട് ടെൻഷൻ ഉണ്ടാക്കുന്നതിന് കാരണമായി. ആ മനസ്സിൻ്റെ ടെൻഷൻ പിന്നീടുള്ള ബന്ധത്തിനെ ബാധിക്കുകയാണ് ചെയ്തത്. അപ്പോൾ മനസ്സിൻ്റെ ടെൻഷൻ ശാരീരിക പ്രവർത്തനത്തെ ബാധിക്കുകയും അതിലൂടെ ഉദാഹരണം നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ, അതാണ് സംജാതമായിരിക്കുന്നത്. വിവാഹശേഷം വളരെ സുരക്ഷിതമായ ഒരു സാഹചര്യമാണല്ലോ അയാൾക്ക് ലഭിച്ചത്. അതിനു മുമ്പ് സുരക്ഷിതമായ സാഹചര്യങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വിവാഹശേഷവും അയാൾ അങ്ങനെ ആഗ്രഹിച്ചിരുന്നു, വളരെ സുരക്ഷിതമായ ഒരു സാഹചര്യം ഭാര്യയോടൊത്ത് കിട്ടും, അപ്പൊ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന്. എന്നിട്ടും അങ്ങനെ സംഭവിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ് പ്രോബ്ലം ആയിട്ട് വന്നത് നാണുവിന്? ഇവിടെ ഈ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ട്. മനുഷ്യന് സെക്കൻഡ് സിഗ്നലിംഗ് സിസ്റ്റം എന്ന് പറയും. അതായത് ഭാഷയുടെ രൂപത്തിലും ഓർമ്മകളുടെ രൂപത്തിലൊക്കെ കാര്യങ്ങളെ മനസ്സിൽ ശേഖരിച്ചു വയ്ക്കാനും ഓർമ്മിച്ചു വയ്ക്കാനുമുള്ള കഴിവുകളുണ്ട്. ഉദാഹരണത്തിന്, നിങ്ങളിപ്പോൾ ഒരു പൂച്ച
ഒരു പൂച്ച എന്തെങ്കിലും ഒരു വസ്തു കണ്ട് പേടിക്കുകയാണ്, പെട്ടെന്ന് ഞെട്ടി പേടിച്ചു കഴിഞ്ഞാൽ അതിന്റെ രോമമെല്ലാം കൂടി ഇങ്ങനെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ടത് വളഞ്ഞുകൂടി ഉയരം കൂടിയ രീതിയിൽ അവിടെ നിൽക്കും. ആ ശത്രു അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ അത് പഴയ സ്ഥിതിയിലേക്ക് വരും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഈ ശത്രുവിന്റെ ഓർമ്മ പൂച്ചയെ പഴയ രീതിയിൽ ഭീകരമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക്, മനസ്സിൽ ടെൻഷൻ ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നില്ല. അതേസമയം മനുഷ്യന്റെ കാര്യത്തിൽ ഒരിക്കൽ നമുക്ക് ഭയം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഭയം പിന്നീടുള്ള സാഹചര്യത്തിലേക്കും ക്യാരി ഓവർ ചെയ്യും. ഇതൊരു ലേണിംഗ് എഫക്റ്റ് ആയിട്ട് സംഭവിക്കുന്നു. അതാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ഒരു ബന്ധത്തിന് ശ്രമിച്ചപ്പോൾ ആ സാഹചര്യങ്ങളിലുള്ള ഭയം പിന്നീട് ബന്ധപ്പെടുമ്പോഴൊക്കെ ആ ഓർമ്മകൾ മനസ്സിലേക്ക് ഓടിയെത്തുകയും അത് ടെൻഷൻ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ആ ടെൻഷൻ സൃഷ്ടിക്കുന്നതിന്റെ ഫലമായിട്ടാണ് ഉദാഹരണം നഷ്ടപ്പെടുന്നത്. ശരി. അപ്പോൾ ഈ വിവാഹപൂർവ്വ ബന്ധത്തിൽ ഈ അപകടം എല്ലാ വിവാഹപൂർവ്വ ബന്ധങ്ങൾക്കും ഉണ്ടാവാൻ ഇടയുണ്ടോ? ഇത് എല്ലാ വ്യക്തികൾക്കും ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഇത് ഓരോ വ്യക്തികളെയും അവരുടെ സാഹചര്യങ്ങളെയും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ചില വ്യക്തികൾക്ക് ധാരാളം ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കുഴപ്പമില്ല. അതേസമയം മറ്റു ചില വ്യക്തികൾക്ക് ഒരു സാഹചര്യങ്ങൾ തന്നെ മതി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനായിട്ട്. അപ്പോൾ അത് വ്യക്തിനിഷ്ഠമാണ് അത്തരം കാര്യങ്ങൾ. അത് ശരി. അപ്പോൾ ഡോക്ടർ, ഇവിടെ പുരുഷന്റെ ഒരു പ്രവണത രീതിയിൽ ഇത് പറഞ്ഞപ്പോൾ നാണു പറയുകയുണ്ടായി, കൂട്ടുകാരൊക്കെ നിർബന്ധിച്ചു വിവാഹശേഷം വിവാഹത്തിന് മുമ്പ് ഒരു എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ അത് ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പൊ അങ്ങനെ ഒരു പ്രവണത ചെറുപ്പക്കാർക്കിടയിലുണ്ടോ? വിവാഹത്തിന് മുമ്പ് തന്നെ വളരെ രസകരമായ ഒരു സംഗതിയാണ് ഈ ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ജോലിക്ക് ആളെടുക്കുന്നുണ്ടെങ്കിൽ അതിൽ എന്തൊരു കാര്യത്തിന് ആളിനെ സെലക്ട് ചെയ്യുമ്പോൾ ചോദിക്കും നിങ്ങൾക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ വളരെ നല്ല കാര്യമായിട്ടാണ് കാണുക. ഈ ഒരു കാര്യത്തിൽ മാത്രം, സെക്സിന്റെ കാര്യത്തിൽ മാത്രം എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അവനല്ലെങ്കിൽ അവൾ ഔട്ടാണ്, വേണ്ട, ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ നമ്മുടെ സമൂഹം അത് അംഗീകരിക്കുന്നില്ല. പിന്നെ ചെറുപ്പക്കാരുടെ ഇടയിൽ ഒരു ധാരണയുണ്ട്, കല്യാണത്തിന് മുമ്പ് എവിടെയെങ്കിലും പോയി ഇതൊന്ന് ശക്തി ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നത് നല്ലതാണ്, എനിക്ക് കഴിവുണ്ടോ. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ കഴിവ് പരിശോധിച്ച് നോക്കാവുന്ന ഒന്നല്ല ഇത്. കൂടുതൽ അപകടങ്ങളാണ് പല കേസുകളിലും ഉണ്ടാവുക. ഇങ്ങനെ ഒരുപാട് കേസുകളുണ്ട്. വിവാഹപൂർവ്വ ബന്ധം നിമിത്തം ഉദാഹരണം നഷ്ടപ്പെടുകയും ഭാവി ജീവിതത്തിൽ ലൈംഗിക പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരുപാട് കേസുകൾ നമ്മുടെ നാട്ടിലുണ്ട്. വിവാഹപൂർവ്വ ബന്ധം പാടില്ല എന്നാണോ ഡോക്ടർ പറയുന്നത്? അതിന്റെ തെറ്റിലേക്കും ശരിയിലേക്കും ഞാനിപ്പോൾ കടക്കുന്നില്ല. കാരണം അതൊരു ധാർമ്മിക പ്രശ്നം, ശരിയും തെറ്റും വിലയിരുത്തേണ്ടതല്ല ഇവിടെ. പക്ഷേ വിവാഹപൂർവ്വ ബന്ധങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് എയ്ഡ്സ്, പകർച്ചവ്യാധികൾ തുടങ്ങിയ ഒരു പല രോഗങ്ങളും, ലൈംഗിക രതിജന്യ രോഗങ്ങൾ ഉള്ള ഒരു സമയത്ത് അതിൻ്റെ പ്രശ്നങ്ങളും പിന്നെ ഇതേപോലുള്ള ധാരാളം മാനസിക പ്രശ്നങ്ങളും ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓരോ വ്യക്തിയും വളരെയേറെ ചിന്തിച്ച് തീരുമാനം എടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ ആദ്യ രതിബന്ധത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ ആദ്യ രതിബന്ധത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ? ആദ്യ രതിബന്ധം എന്ന് പറയുന്നത് ഏത് സാഹചര്യത്തിലുള്ളതാണെന്ന് നോക്കണം. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമാണോ, മറ്റ് സാഹചര്യങ്ങളാണോ? മറ്റ് സാഹചര്യങ്ങളിൽ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതി വെച്ചിട്ട് സമൂഹം അംഗീകരിക്കാത്തൊരു കാര്യമാണിത്. അതുകൊണ്ട് തന്നെ അതിനൊരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ വിവാഹത്തിന് മുൻപുള്ള ബന്ധമാണെങ്കിൽ. വിവാഹശേഷമുള്ള ബന്ധങ്ങളിൽ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഭാര്യയും ഭർത്താവും ചിലപ്പോൾ വലിയ പരിചയവും അടുപ്പവും ഒന്നുമുള്ളവരാകണമെന്ന് നിർബന്ധമില്ല. അങ്ങനെയാണ് പ്രത്യേകിച്ച് അറേഞ്ച്ഡ് മാരേജിൽ അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ പരസ്പരം മനസ്സിലാക്കുവാനും അറിയുവാനുമുള്ള സമയം കൊടുക്കുക അവർക്ക്. അത് ചിലപ്പോൾ ഒരാഴ്ച കൊണ്ടാവാം, 2 ആഴ്ച കൊണ്ടാവാം. അവർ തമ്മിൽ വേണ്ട അടുപ്പം ഉണ്ടായതിനു ശേഷം ഉഭയസമ്മതപ്രകാരം പിന്നെ ശാരീരിക ബന്ധത്തിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. അത് ആദ്യ ദിവസം തന്നെ എല്ലാം നടത്തിക്കളയാവുന്ന തീരുമാനിക്കാതെ ക്രമാനുഗതമായിട്ട് സാവധാനത്തിൽ കുറേശ്ശെയായിട്ട് ലൈംഗിക കാര്യങ്ങളിലേക്ക് നീങ്ങുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. രതിസുഖസാരയിലേക്ക് കത്തുകൾ അയക്കുന്നവരുടെ എണ്ണം വളരെ വർദ്ധിച്ചിട്ടുണ്ട്. അത് സന്തോഷമുള്ള കാര്യവുമാണ്. എന്നാൽ എല്ലാ കത്തുകളും ഈ പരിപാടിയിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നില്ല എന്നതാണ് ഞങ്ങളുടെ വിഷമം. നമുക്ക് കിട്ടിയിട്ടുള്ള പല കത്തുകളിലും ഒരു യൂറോളജിസ്റ്റ് മറുപടി പറയേണ്ടതാണ്. അതിനായി ഒരു യൂറോളജിസ്റ്റും ആൻട്രോളജിസ്റ്റുമായ ഡോക്ടർ രാജു എബ്രഹാമിനെ നമ്മൾ സ്റ്റുഡിയോയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇനി കത്ത് വായിക്കാം. ആദ്യത്തെ കത്തെഴുതിയിരിക്കുന്ന ആൾ പേരും വയസ്സും വെളിപ്പെടുത്തിയിട്ടില്ല. ബ്ലഡ് പ്രഷർ ഉണ്ടായിട്ട് 2 വർഷം മുമ്പ് ഇടതുഭാഗം തളർന്നു പോയതാണെന്ന് പറയുന്നു. കൈയും കാലും ഉൾപ്പെടെ ഇടതുഭാഗമാണ് ശരീരത്തിന്റെ തളർന്നിരിക്കുന്നത്. ഇപ്പോഴും ഗുളിക കഴിക്കുന്നുണ്ട്, പക്ഷെ അസുഖമൊക്കെ ഭേദമായിട്ടുണ്ട് എന്നാണ് എഴുതിയിട്ടുള്ളത്. അതിനുശേഷം ലിംഗത്തിന് ഉദ്ധാരണശേഷി കുറവാണ്.
ഈ ഉദ്ധാരണം ലഭിക്കുന്നതിന് എന്ത് ചെയ്യണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ മറ്റൊരു സംശയം എഴുതിയിട്ടുണ്ട്. ബ്ലൂ ഫിലിം കാണുമ്പോഴും സെക്സ് ബുക്കുകൾ വായിക്കുമ്പോഴുമൊക്കെ ലിംഗത്തിൽ നിന്നൊരു ദ്രാവകം വരുന്നു എന്ന ഒരു സംശയവും കൂടി ഈ കത്തിലുണ്ട്. എന്താ ഡോക്ടർ? അത് ഒരു വശം തളർന്നുപോയി എന്ന് വെച്ച് അതുകൊണ്ട് മാത്രം ഒരാളുടെ ലിംഗം ഉദ്ധാരണശേഷി നഷ്ടപ്പെടുന്നില്ല. അതിൻ്റെ കൂടെയുള്ള മറ്റ് അസുഖങ്ങൾ, ഉദാഹരണത്തിന് പ്രമേഹം, ബ്ലഡ് പ്രഷർ എന്നീ രോഗങ്ങൾ ഉദ്ധാരണശേഷിയെ ബാധിക്കാം. പിന്നീട് ഇപ്പോഴും ഗുളിക കഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഇദ്ദേഹം പ്രഷറിന് വേണ്ടിയിട്ടുള്ള ചില മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ പ്രഷറിന് വേണ്ടിയുള്ള ചില മരുന്നുകൾ ഈ ഉദ്ധാരണശേഷിയെ വളരെയധികം ബാധിക്കാം. പിന്നെ അദ്ദേഹം പറയുന്നത് ചില സെക്ഷൽ ഇത് വായിക്കുമ്പോഴും കാണുമ്പോഴും ഉള്ള ഈ ഡിസ്ചാർജാണ്. അത് നോർമലായിട്ട് ഈ യൂറിത്രൽ പ്രോസ്റ്റേറ്റ് സെക്രീഷൻസ് അത് ഒരു നോർമൽ പ്രോസസ്സാണ്, അത് അസുഖമല്ല. ഇതിനെന്താണ് ഉദ്ധാരണശേഷി വീണ്ടും കിട്ടാൻ എന്ത് ചെയ്യണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് ട്രീറ്റ്മെന്റ്, ഈ ബ്ലഡ് പ്രഷറിന് വേണ്ടിയുള്ള മരുന്നുകൾ ഒരു ഡോക്ടറെ കണ്ട് അതിന് മാറ്റി അത് വേറെ വിധത്തിൽ വേറെ മരുന്നുകൾ ഉപയോഗിച്ച് ഇതിനെ നിയന്ത്രിക്കാൻ പറ്റും. ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ട്രീറ്റ്മെന്റ് നടത്തി. അടുത്ത 2 കത്തുകൾ ഏതാണ്ട് ഒരേ സ്വഭാവമുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അവ രണ്ടും ഒരുമിച്ച് വായിക്കാം. ആദ്യത്തെ കത്ത് എഴുതിയിരിക്കുന്ന 27 വയസ്സുള്ള ഒരു അവിവാഹിതനാണ്. വൃഷണത്തിന് ചുറ്റും വേദനയുണ്ട് എന്ന് പറയുന്നു. അത് സ്വയംഭോഗം ചെയ്തു കഴിയുമ്പോൾ ഇത് കൂടുമെന്നും കത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ചില പ്രത്യേക പൊസിഷനിൽ അയാൾക്ക് ഇറക്ഷൻ ഉണ്ടാകുന്നില്ല എന്നും കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് എന്താണ്, ഇതിന് എന്ത് ട്രീറ്റ്മെന്റ് ആണ് വേണ്ടത്? അപ്പോൾ ഒരു പൊസിഷന്റെ പ്രശ്നം കൊണ്ടാണ് ഇറക്ഷൻ ഇല്ലാതെ. അടുത്ത കത്തും ഇതുപോലെയുള്ള അതുപോലെ അടുത്ത കത്തും, അപ്പൊ അതുകൂടി വായിക്കാം. അടുത്ത കത്തിൽ പറയുന്നത് സ്ഖലനം ഉണ്ടായതിനു ശേഷം, അതായത് ഭാര്യയുമായി ബന്ധപ്പെട്ടതിന് ശേഷമോ മാസ്റ്റർബേറ്റ് ചെയ്തതിന് ശേഷമോ ലിംഗത്തിന് ശക്തിയായ വേദന അനുഭവപ്പെടുന്നു. മൂത്രം ഒഴിക്കുമ്പോഴും വേദനയുണ്ട്. 2 തുള്ളിയൊക്കെ ഇടയ്ക്ക് പോകാറുണ്ട്. അതുപോലെ വലിയ കടച്ചിൽ അനുഭവപ്പെടുന്നു വേദനയ്ക്കൊപ്പം. ഇതിന് കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് എന്ന് പറയുന്നു. സാധാരണ ചെറുപ്പക്കാർ ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് ഇത്. സ്ഖലനം കഴിഞ്ഞ് ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ട് വൃഷണങ്ങളിലുള്ള വേദന, മൂത്രമൊഴിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട്, കടച്ചിൽ എന്നിവ സാധാരണ വളരെ അധികം ചെറുപ്പക്കാർ ഉന്നയിക്കാറുള്ളൊരു സംശയമാണ്. ഈ സെമൻ അഥവാ ശുക്ലം ഉണ്ടാക്കുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത് പല ഗ്രന്ഥികളിൽ നിന്നാണ്. ഫോർ എക്സാമ്പിൾ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, സെമിനൽ വെസിക്കിൾസ്, ടെസ്റ്റിസ്, വൃഷണങ്ങൾ എന്നിവയിൽ നിന്നൊക്കെയാണ് സെമൻ ഉണ്ടാകുന്നത്. ഈ ഗ്രന്ഥികളിൽ ചെറിയ തോതിൽ അണുബാധയുണ്ടായാൽ ഇങ്ങനെയുള്ള വിഷമങ്ങൾ, ഈ സിംറ്റംസ് ഉണ്ടാകാം. ഫോർ എക്സാമ്പിൾ ക്രോണിക് പ്രോസ്റ്ററ്റൈറ്റിസ് എന്ന് പറയും. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന അണുബാധ, അത് കുറെ നാളുകളായിട്ട് ചിലർക്ക് ഇങ്ങനെ മാറാതെ നിൽക്കും. അപ്പൊ അതിനുള്ള ചികിത്സ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ കടച്ചില്, ബുദ്ധിമുട്ടുകൾ ഇവിടെ ഇപ്പൊ അങ്ങനെ അണുബാധയാണെന്നാണ്. അണുബാധ ആയിരിക്കണം ഇതിങ്ങനെയുള്ള ഈ സിംറ്റംസിന്. ഒരു യൂറോളജിസ്റ്റിനെ കണ്ട് ഒരു വിദഗ്ധ ചികിത്സ വേണ്ടി വരും. അതും കുറെ നാളുകൾ വേണ്ടി വരും. അതുപോലെ ചില പൊസിഷനിൽ ഈ ലിംഗം ഉദ്ധരിക്കുന്നില്ല എന്നത് യാതൊരു ഒരു സയന്റിഫിക് ഒരു ശാസ്ത്രീയമായ ഇല്ല, ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റത്തില്ല. അത് അയാളുടെ ഒരു തെറ്റിദ്ധാരണ മാത്രം. അടുത്ത കത്ത് അത് യൂറോളജിസ്റ്റിനുള്ളതാണ്. അടുത്ത കത്ത് ഒരു സംശയമാണ് ചോദിച്ചിരിക്കുന്നത്. ഈ നമ്മുടെ നാട്ടിൽ വാക്വം പമ്പ് എന്ന സംവിധാനം ലഭ്യമാണോ? അതായത് ലിംഗം വലുതാക്കാനായി വാക്വം പമ്പ് ലഭ്യമാണോ എന്നാണ് ചോദ്യം. വാക്യൂം പമ്പ് എന്നൊരു മെഷീൻ അഥവാ വാക്യൂം എറക്ടൈൽ ഡിവൈസ് എന്നൊരു മെഷീൻ ലഭ്യമാണ്. അത് ലിംഗത്തിന്റെ വലിപ്പം കൂട്ടാനുള്ള ഒരു ഉപകരണമല്ല. പിന്നെ ലിംഗം ഉദ്ധരിപ്പിക്കാൻ, ലിംഗ ഉദ്ധാരണ ശേഷി വർദ്ധിപ്പിക്കാൻ ഉപകരിക്കുന്ന ഒരു
ഉപകരണമാണ്. അത് പല ടൈപ്പ് വാക്യൂം പമ്പ്സ്, വാക്യൂം എറക്ടൈൽ ഡിവൈസസ് ഇവിടെ അവൈലബിൾ ആണ്. ഉദാഹരണത്തിന് ഇതൊരു അതിൻ്റെതായ ഒരു മോഡലാണ്. ഇത് മാനുവലി ഓപ്പറേറ്റഡ് ഒരു പമ്പാണ്, കൈകൊണ്ട് പ്രവർത്തിപ്പിക്കുന്നത്. ഇത് ബാറ്ററി കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന പമ്പും ഉണ്ട്. ഇത് ഉപയോഗിച്ച് ലിംഗത്തിലേക്കുള്ള ഒരു വാക്യൂം പ്രൊഡ്യൂസ് ചെയ്യുകയാണ്, ലിംഗത്തിലേക്കുള്ള രക്ത ഓട്ടം കൂട്ടുകയാണ്. അങ്ങനെ ആ ലിംഗം ഉദ്ധരിപ്പിക്കുന്നു. അതിനുശേഷം അതിൻ്റെ കൂടെ തന്നിരിക്കുന്ന ഒരു റബ്ബർ റിംഗ് ഉണ്ട്, അത് നമ്മൾ ലിംഗത്തിൽ ഘടിപ്പിക്കുന്നു. അപ്പോൾ ലിംഗം ഉദ്ധരിച്ച് നിൽക്കുന്നു. അതിൻ്റെ ലൈംഗിക ഇത് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ റബ്ബർ ബാൻഡ് നമുക്ക് മാറ്റേണ്ടി വരും. ഇത് ഓരോ പ്രാവശ്യവും ഇതിൻ്റെതായ ഉപയോഗിക്കുമ്പോൾ ഇത് പ്രവർത്തിപ്പിക്കേണ്ടി വരും. ചില പേഷ്യൻസ് ഇതുമായിട്ട് ഒരു അക്സെപ്റ്റൻസ് ഇത് ഉപയോഗിക്കാനായിട്ട് മടി കാണിക്കുന്നുണ്ട്. ട്രീറ്റ്മെന്റ് എന്നുള്ള നിലയ്ക്ക് ചില കേസസിന് ഇത് ഉപകരിക്കുന്നുണ്ട്. രക്തയോട്ടം കുറവുള്ളവർക്ക് ഇങ്ങനെയുള്ള അല്ലാതെ എല്ലാ കേസുകളിലെല്ലാം ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ അത് ലിംഗത്തിന് വലുപ്പം കൂട്ടാനുള്ള ഒരു മാർഗമല്ല, ഉദാഹരണശേഷിക്കുള്ള ചില രോഗികളിൽ മാത്രം ഉപയോഗിക്കാനുള്ള. ഡോക്ടർ, അടുത്ത കത്ത് ഡോക്ടർ പ്രമോദിനുള്ളതാണ്. 40 വയസ്സുള്ള ഒരു സ്ത്രീയുടെ കത്താണ്. അവർ വിവാഹം കഴിച്ചിട്ട് ഒരിക്കൽ പോലും ഈ രതിജീവിതത്തിന്റെ ഒരു ആനന്ദം അനുഭവിച്ചിട്ടില്ല എന്നാണ് എഴുതിയിട്ടുള്ളത്. അത് അവർക്ക് ലൂബ്രിക്കേഷൻ ഉണ്ടാകാറില്ല എന്ന് പറയുന്നു. പക്ഷേ ഈ ലൈംഗിക ക്രിയയ്ക്ക് ശേഷം ലൂബ്രിക്കേഷൻ ഉണ്ടാകാറുമുണ്ട് ചിലപ്പോഴൊക്കെ എന്നും സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന് കാരണം എന്താണ്? എത്ര വയസ്സാ പറഞ്ഞ്? അവർക്ക് 40 വയസ്സാണ്. 40 വയസ്സുണ്ട്. 40 വയസ്സായി ഏതാണ്ട് മെനോപോസിന്റെ കാലഘട്ടം തുടങ്ങിക്കഴിഞ്ഞാൽ ലൂബ്രിക്കേഷൻ കുറയാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇത് നേരത്തെ മുതലേ ഇല്ലായിരുന്നു എന്ന് പറയുന്നു, അല്ലെ? ഇതുവരെ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. ഒന്ന് ചെയ്യേണ്ടത് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ഇവാലുവേഷൻ നടത്തി നോക്കുക. ഹോർമോൺ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നറിയണം. മറ്റൊന്ന്, ലൂബ്രിക്കേഷൻ ഇല്ലാതെ വരിക, ലാക്ക് ഓഫ് ലൂബ്രിക്കേഷൻ എന്ന് പറയുന്നത് ലൈംഗിക ബന്ധത്തിന്റെ സമയത്ത് ജനനേന്ദ്രിയത്തിൽ വരേണ്ടതായ ശാരീരിക മാറ്റങ്ങൾ വരുന്നില്ല എന്നർത്ഥം. ഇപ്പോൾ പുരുഷന്മാർക്ക് ഉദ്ധാരണം ഉണ്ടാവുന്നത് പോലെ തന്നെ ലൈംഗിക ബന്ധത്തിന്റെ സമയത്ത് സ്ത്രീക്ക് ഉത്തേജനം ഉണ്ടാവുമ്പോൾ അതോടൊപ്പം ലൂബ്രിക്കേഷൻ ഉണ്ടാവേണ്ടതാണ്. ലൂബ്രിക്കേഷൻ എന്ന് പറയുന്നത് യോനിയുടെ അകത്തുള്ള പെർത്തോളിൻ ഗ്രന്ഥികളുടെ ഒരു സ്രവമാണത്. അത് കുറെ കാലങ്ങളായിട്ട് ഉണ്ടാവുന്നില്ല എങ്കിൽ അവരെ വേണ്ട തരത്തിൽ ഉത്തേജിപ്പിക്കാനായിട്ട് പങ്കാളിക്ക് കഴിയുന്നില്ല. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം. അവർക്ക് മാനസികമായിട്ട് ലൈംഗിക ബന്ധത്തിൽ താല്പര്യക്കുറവോ അത് ആസ്വദിക്കാനുള്ള കുഴപ്പമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനൊരവസ്ഥ വരാം. ഇപ്പോൾ ഗൈനക്കോളജിക്കൽ ചെക്കപ്പ് നടത്തിയിട്ട് പ്രോബ്ലംസ് ഒന്നും ഇല്ല എങ്കിൽ മറ്റ് മാനസിക കാരണങ്ങളുണ്ടോ എന്ന് മനഃശാസ്ത്രജ്ഞനെ കണ്ട് നോക്കി അതിന് ചികിത്സ തേടാവുന്നതാണ്.